ശ്രീനാഥ്, ഐശ്വര്യകമല, മനീഷ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം എത്ര പുത്തനാണ് നമ്മുടെ നോവലുകൾ എന്ന്. നോവൽ എന്ന ജാനർ മലയാളി പരിചയപ്പെടാനും ആസ്വദിക്കാനും അത് വായനയുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമാവുകയും ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ 1 നൂറ്റാണ്ട് അല്ലെങ്കിൽ 1.25 നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവാണ് മറ്റ് ജാനറുകളെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ കാലയളവിനുള്ളിൽ മലയാള നോവലിൻ്റെ സമീപനങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങൾ ഒക്കെ ചരിത്രത്തിൻ്റെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച്, ചരിത്രം എന്ന് പറയുമ്പോൾ അത് സമൂഹ ജീവിതം, പലതരത്തിലുള്ള അധികാര ബന്ധങ്ങളുടെ ഇടപെടലുകൾ, പലതരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ, അത് കേരളത്തിനോ ഇന്ത്യക്കോ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാംസ്കാരിക ചരിത്ര സന്ദർഭങ്ങൾ മാത്രമല്ല, അതിന് പുറത്തു നിന്നും ആഗോളതലത്തിലുള്ള പല ജീവിത അനുഭവങ്ങളും, പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും, പലതരത്തിലുള്ള ജീവിത പ്രതിസന്ധികളും, സർവ്വതും പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെയും പലതരത്തിലുള്ള യുക്തിയുടെയും ശാസ്ത്രീയ ബോധങ്ങളുടെയും സർവ്വതിൻ്റെയും ഇടപെടലുകൾ നോവലിനെയും എഴുത്തിനെയും, നോവലിനെ മാത്രമല്ല നോവലിനെയും കഥയെയും സർവ്വ ജോനറുകളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പല ചരിത്ര സഞ്ചാരങ്ങളിലൂടെയാണ് നമ്മൾ ഇത്ര നാളും എത്തിയത്. ഏറ്റവും പുതിയ കാലത്തെ നോവലുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ തരത്തിലുള്ള, ഏറ്റവും സത്യസന്ധമായ അനേകം തിരിച്ചറിവുകളുടെ രേഖപ്പെടുത്തലുകൾ കൂടിയാണ് എന്ന തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഏറ്റവും പുതിയതിനു മുൻപുള്ള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും കേരളത്തിലെ എഴുത്ത് സാഹചര്യങ്ങളെ പല പേരുകളിൽ സാഹിത്യ പഠിതാക്കളും ഗവേഷകരും ഒക്കെ പലതരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളായി നമ്മൾ പറയുമ്പോൾ തന്നെയും ആദ്യകാലം, നവോത്ഥാനകാലം, ആധുനികത, ഉത്തരാധുനികത, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉത്തരാധുനികതയും കഴിഞ്ഞ് ഉത്തരാധുനികതയ്ക്ക് ശേഷമുള്ള ഒരു കാലം എന്ന് പറയുമ്പോഴേക്കും അതുവരെ ഉണ്ടായിരുന്ന എഴുത്തുകളിൽ നിന്ന് ബോധപൂർവമോ അല്ലാതെയോ മാറ്റി നിർത്തിയിരുന്ന, അതായത് എഴുത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തമസ്കരിക്കപ്പെട്ട അനേകം ജീവിത സാഹചര്യങ്ങളെ, അനേകം സ്വത്വവസ്ഥകളെ, പല ലെയറിനെ, പലതരത്തിലുള്ള അടരുകളിലുള്ള മനുഷ്യരെ, ജീവിതത്തെ ഒക്കെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ നമ്മുടെ നോവൽ മാറുന്നു. എഴുത്തുകാർ തിരഞ്ഞെടുക്കുന്ന അവരുടെ ക്രാഫ്റ്റ്, അവർ തിരഞ്ഞെടുക്കുന്ന ശൈലി, അവർ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ, ഇതെല്ലാം ഏറ്റവും നവീനമായ രീതിയിൽ ഏതെല്ലാം ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാമോ അങ്ങനെയെല്ലാം സഞ്ചരിച്ചു കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ എഴുത്തുകളെയും അങ്ങനെ തന്നെയാണ് വളരെ കൗതുകത്തോടെ വായനക്കാർ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇനി അവരുടെ സംഭാഷണങ്ങളിലേക്ക് കടക്കാം. ആരിൽ ആദ്യം തുടങ്ങണമെന്ന് ഇങ്ങനെ നോക്കും. ഒരു പ്രായത്തിൻ്റെ ഒരു സീനിയോറിറ്റി വെച്ച് ശ്രീനാഥിൽ നിന്ന് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ്. ശ്രീനാഥിൻ്റെ എഴുത്തുകൾ, ശ്രീനാഥിൻ്റെ പതമ്പ് എന്ന നോവലും പിന്നെ ചില കഥകളുമാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, പ്രാദേശിക ചരിത്രത്തെ എഴുത്തിൻ്റെ ഒരു പാഠരൂപങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം ശ്രീനാഥ് കൈക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വളരെ രേഖീയമായി പോവുകയും അധികാരത്തിൻ്റെ പക്ഷത്തുള്ളവരുടെ രേഖപ്പെടുത്തലുകൾ എന്ന രീതിയിൽ പോവുകയും ചെയ്തിരുന്നൊരു കാലത്തെയാണല്ലോ പുതിയ കാലത്തിൻ്റെ എഴുത്ത് അട്ടിമറിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചരിത്രത്തോടുള്ള ഒരു താല്പര്യം ശ്രീനാഥിൽ, അതായത് പ്രാദേശിക ചരിത്രം എന്ന് പറയുമ്പോൾ പൊതുചരിത്രം എന്ന് പറയുന്ന സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് ശ്രീനാഥ് എങ്ങനെയാണ് വന്നത് ഒന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടി? പ്രായത്തിൻ്റെ ആനുകൂല്യം ചിലപ്പോൾ ഒരു ആനുകൂല്യവും ചിലപ്പോൾ അല്ലാതെയും ആവാറുണ്ട്. എന്നാലും തുടങ്ങി വയ്ക്കുന്നത് ഞാൻ തന്നെയാവുന്ന സന്തോഷം. ചരിത്രത്തെക്കുറിച്ച്, ചരിത്രം എങ്ങനെയാണ് എന്നിലേക്ക് വന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പം നമ്മുടെ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് തൊട്ട് പോകണം. കാരണം എത്ര പുതിയതാണ് പുതിയ നോവലുകൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പുതിയത് എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ നോവലുകൾ, ഈ പുതുകാലത്തിലുള്ള നോവലുകൾ, ഞാനൊക്കെ ഇത്തിരി പ്രായം കൂടുതലുണ്ടെങ്കിലും പുതിയ കാലത്ത് നോവൽ എഴുതിയ ഒരാളാണ്. പുതിയ കാലത്തെ നോവലുകൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വിഷയം ഏറ്റവും പുതിയതാവുന്നത് നോവലിന്
നോവലിനെ പുതിയതാക്കുന്നില്ല. ഞാൻ എൻ്റെ 19 നോവൽ 1893 തുടങ്ങി 1934 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അത് പുതിയ നോവലാണോ എന്ന് ചോദിച്ചാൽ അത് വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് അത്ര പുതിയ നോവലല്ല. പക്ഷേ എന്താണ് പുതിയതെന്ന് ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും വേണ്ടത് എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് നോവലിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ നോവൽ പുതിയതാവുന്നത് എന്നുള്ളത്. ചില ചിന്തകളിൽ എനിക്ക് തോന്നുന്നു ഈ ജോർജിയോ ഗംബനൊക്കെ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ടൊരു ഒബ്സർവേഷൻ ഉണ്ട്. നമ്മൾ ചുറ്റുമുള്ള പ്രകാശം തെളിഞ്ഞു കാണുന്ന ഏറ്റവും നവീനത മാത്രമല്ല സമകാലികം, കണ്ടംപററി. പക്ഷേ അതിനകത്ത് അന്തർലീനമായിട്ടുള്ള ഇരുട്ടിനെയും കൂടി നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഏറ്റവും കണ്ടംപററി ആവുന്നതെന്ന് പറയും. അത്തരത്തിൽ നമ്മുടെ പുതു നോവലുകൾ എത്രത്തോളം കണ്ടംപററി ആയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം അതിൽ തന്നെ നമുക്ക് പിടികിട്ടുമെന്ന് തോന്നുന്നു. ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറുതിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒട്ടും ചരിത്രം ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കണക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വായനയൊക്കെ തുടങ്ങുമ്പോൾ ചരിത്രത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ ഇതിനകത്തൊരു ചോദ്യം അവിടെ കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രം പഠിക്കുന്നത് വളരെ ഇൻ സൈലോസ് എന്ന് പറയും. നമ്മൾ ഓരോ ഇതായിട്ടാണ്, സംഭവങ്ങളായിട്ടാണ് ചരിത്രത്തെ പഠിക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം സംഭവിക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹം സംഭവിക്കുന്ന അതേ വർഷം തന്നെയാണ് 99 വെള്ളപ്പൊക്കവും സംഭവിക്കുന്നത്. വൈക്കം ഏറ്റവും കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ്. അവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എത്ര വെള്ളമുണ്ടായിരുന്നു, അവിടെ എങ്ങനെയായിരിക്കും ഒരു സത്യാഗ്രഹം തുടർന്നിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം തുടർന്ന് സത്യാഗ്രഹമാണ്. 1924 മാർച്ചിൽ തുടങ്ങി 25 ഏപ്രിലാണ് ഈ സാധനം അവസാനിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് 1924 അവസാനം ഏകദേശം പകുതിയോടുകൂടി സംഭവിച്ച വെള്ളപ്പൊക്കം, അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഉത്തരവുണ്ട്. വൈക്കം സത്യാഗ്രഹം വെള്ളപ്പൊക്കത്തിലും നിന്നിട്ടില്ല. പകരം നെഞ്ചുപൊക്കത്തിൽ വെള്ളമുള്ളപ്പോൾ 3 സത്യാഗ്രഹികൾ നെഞ്ചൊപ്പം വെള്ളത്തിൽ സത്യാഗ്രഹ സ്ഥലത്തേക്ക് നടന്നു കയറുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അവരെ ചുറ്റും കൂടി നിന്ന് സത്യാഗ്രഹികൾ മുദ്രാവാക്യം വിളിക്കുന്നു. അവരെ നെഞ്ചൊപ്പം വെള്ളത്തിൽ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നോക്കൂ, ഇത്ര മനോഹരമായ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ചിത്രത്തെ നമ്മുടെ ചരിത്രം എന്തുകൊണ്ടാണ് രേഖപ്പെടുത്താതെ പോയത്? നമ്മൾ വാഴ്ത്തപ്പെടുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ആവേശം കൊള്ളുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ ഇത് വന്നിട്ടില്ല. ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ചരിത്രത്തെ വളരെ സൈലോസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് നടന്ന പല സംഭവങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു തിരശ്ചീനമായ ഒരു ചരിത്ര പഠനം കൂടി ആവശ്യമുണ്ടെന്നുള്ളൊരു തോന്നലിലാണ് ഈ നോവലിൽ അങ്ങനെ പ്രാദേശിക ചരിത്രത്തെ കൂടി ഉൾപ്പെടുത്തണം എന്ന ചിന്ത കടന്നു വന്നത്. ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. അതിൽ നിന്നാണ് ഞങ്ങളുടെ എറണാകുളത്തിൻ്റെ ഭാഗത്തുള്ള കേളപ്പനാശാനെ പോലെയുള്ള വളരെ ചരിത്രത്തിൽ ഇടപെട്ട ആളുകൾ, തമസ്കരിച്ചു പോയ ആളുകളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ചിന്ത വന്നത്. കാരണം ആ കാലം വളരെ പ്രധാനമാണ്. അത് നവോത്ഥാനത്തിൻ്റെയും പലതരത്തിലുള്ള തിരിച്ചറിവുകളുടെ ഒരു കാലം എന്നൊക്കെ പറയുമ്പോൾ പോലും അത് പലപ്പോഴും നേതൃനിരയിൽ നിന്നിരുന്ന പല മുന്നേറ്റങ്ങളുടെ നേതൃനിരയിലുണ്ടായിരുന്ന ആൾക്കാരെ മാത്രമാണ് പലപ്പോഴും ചരിത്രത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ. പിന്നീട് പിൽക്കാലത്ത് വന്ന പല എഴുത്തുകളിലാണ്, വിശേഷിച്ചും സ്ത്രീപക്ഷ കേന്ദ്രിതമായ എഴുത്തുകൾ, അതുപോലെ ഡോക്ടർ ആർ രാധാകൃഷ്ണൻ്റെയും ഡോക്ടർ വിനിൽ പോളിൻ്റെയൊക്കെ പോലെയുള്ള ചരിത്രാന്വേഷണങ്ങൾ, അതിനകത്താണ് ഇങ്ങനെ അപരരാക്കപ്പെട്ട മനുഷ്യരുടെ പങ്കാളിത്തം, അവരുടെ റോൾ കൂടി ചർച്ചാ വിഷയമാകുന്നു. ആ തരത്തിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ മറ്റൊരു രീതിയിൽ വായിക്കാനുള്ള ശ്രമം എഴുത്തുകാരും ഏറ്റെടുക്കുക, സർഗാത്മക രചയിതാക്കൾ അതിനെ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് വായനാപക്ഷത്തിന് ഒരു പുതിയൊരു ഉണർവ് തന്നെയാണ് നൽകുന്നത്. കാരണം അതൊരു ഗവേഷണ രീതിയിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞ 2 പേരും ആ മേഖലയിൽ നിന്നുകൊണ്ട് എഴുതുന്നവരാണ്. അതിനേക്കാൾ ഒരു നോവലിലൂടെയോ കഥയിലൂടെയോ അത്തരത്തിലുള്ള ഒരു സഞ്ചാരം വായനക്കാർക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ അതൊരു രാഷ്ട്രീയ ദൗത്യമായി മാറുകയാണ് എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യയിലേക്ക് വരികയാണ്. ആ വിഷയത്തിൽ തന്നെ നിൽക്കുകയല്ല. ഐശ്വര്യയുടെ വൈറസ് അത് എല്ലാവരുടെയും വായനക്കാരെ വളരെയും വല്ലാതെ കണ്ട് സ്വാധീനിച്ച എഴുത്താണ്. അപ്പോൾ ഒരു ശ്രീനാഥൻ പ്രവാസിയാണ്, ഐശ്വര്യയും പ്രവാസ ജീവിതമാണ്. ഐശ്വര്യ ഇപ്പം ട്രിനിറ്റിയിൽ ഫിലോസഫി വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ ഐശ്വര്യയുടെ എഴുത്തും ഈ പ്രവാസ ജീവിതവും, കാരണം വിദേശത്തേക്ക് ഉപജീവനത്തിനായി പോകേണ്ടി വരുന്നു. കേരളത്തിൻ്റെ ഒരു 7-8 ദശകങ്ങളിലെ
കേരളത്തിൻ്റെ പൊതു മൂലധനത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റായി മാറിയത് ഈ പ്രവാസികളുടെ അധ്വാനം തന്നെയാണ്. അതിൽ വിശേഷിച്ചും കേരളത്തിലെ മധ്യ കേരളം ഉൾപ്പെടെയുള്ള പലയിടങ്ങളിൽ, അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം പറയണ്ട, നഴ്സുമാരുടെ ജീവിതം, അങ്ങനെ ഒരുപാട് പേരുടെ, സ്ത്രീകളുടെ സഞ്ചാരം, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഐശ്വര്യയെ എങ്ങനെയാണത് സ്വാധീനിച്ചത്? ഐശ്വര്യയുടെ എഴുത്തിലേക്ക് അത് കടന്നു വരാനുണ്ടായ കാരണം ഒന്ന് പങ്കുവയ്ക്കാമോ? ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആ വിഷയത്തിലേക്ക് ഒന്ന് കാണാം. അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നു. എത്ര പുത്തനാണ് നമ്മുടെ നോവലുകൾ. ഇപ്പോൾ നോവൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് തന്നെ ന്യൂ, പുതിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോവൽ എന്ന ആ സങ്കേതം, അല്ല നമ്മുടെ ആ സാഹിത്യ രൂപം, അത് എത്ര പുത്തനാണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് എപ്പോഴും പുത്തനായിരിക്കും. എന്തൊക്കെ ഒരു ചട്ടക്കൂടുകളിൽ അതിനെ ഒതുക്കാൻ ശ്രമിച്ചാലും അത് പെട്ടെന്ന് അതിൻ്റെ രൂപം മാറി അത് പുതിയൊരു രീതിയിലേക്ക് അത് വരും. മലയാള സാഹിത്യം എങ്ങനെയൊക്കെ ഒഴുകിക്കൊണ്ടിരുന്നാലും ഒരു ഖസാക്ക് പോലെ ഒരു പൊട്ടിത്തെറി, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഭാഷ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാഹിത്യ സംവേദനത്വം ഒക്കെ നമുക്ക് ഉറപ്പായും അനുഭവിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് നോവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കവിതയും കഥയും ഒക്കെ വല്ലാത്ത രീതിയിൽ മറികടന്ന് നോവൽ ഇങ്ങനെ ഒരു ലോകം മുഴുവൻ ഇപ്പോൾ ഇത്രമാത്രം പ്രസക്തമായി നിൽക്കുന്നത്, നോവൽ എന്നത്. മാത്രമല്ല, ഞാൻ പൊതുവേ ഒരു എഴുത്തുകാരൻ അല്ലെ എഴുത്തുകാരി എന്നുള്ള ഒരു വ്യക്തിയെ നോക്കുമ്പോൾ വളരെ സന്ദേഹിയും ഒരു അന്വേഷിയായിട്ടുള്ളൊരു ആത്മാവ്, വളരെ അശാന്തമായൊരു പ്രാണൻ എന്ന് നമ്മൾ പറയുമല്ലോ, അത്ര ഒരു ശാന്തിയുടെ ഒരു ദുരിതപർവം പേറുന്ന ഒരു സന്ദേഹിയായ ഒരു അന്വേഷിയായ ഒരു പ്രാണന് എങ്ങനെയാണെങ്കിലും പുതിയതായ എന്തിലേക്കും എത്തിച്ചേരുക എന്നുള്ളൊരു പ്രവണത ഉണ്ടാവും. നോവൽ എഴുത്തിലാണെങ്കിലും നമ്മൾ ഇന്നുവരെ നമ്മൾ അനുഭവിച്ച അല്ല ഇന്നുവരെ നമ്മൾ കേട്ട രീതിയിലല്ലാതെ എനിക്ക് എന്താണ് പറയാനുള്ളത്, എനിക്കെന്തോ പറയാനുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത ഒരു നോവലിസ്റ്റിന് എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ ഞാൻ എഴുതിയ വൈറസ് ആണെങ്കിലും ഇപ്പോൾ എനിക്ക് ആ പുസ്തകം ഇഷ്ടമല്ല. ഞാൻ ആ പുസ്തകം ആർക്കും റെക്കമെൻഡ് ചെയ്യലില്ല. എൻ്റെ വീട്ടിൽ ഒരു കോപ്പിയും പോലും ഇല്ല. അതിന് കാരണം നമ്മൾ പിന്നെയും അതിലെന്തോ ഒരു സന്ദേഹിയാവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു അന്വേഷിയാവുകയാണ്. ഞാനതിൽ തൃപ്തയല്ല, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ അശാന്തി അവിടെ അണഞ്ഞു പോയിട്ടില്ല. ഞാൻ വേറെന്തിലേക്കോ പോവുകയാണ്. ഞാൻ കേരളത്തിലെ ജോലി സാഹചര്യങ്ങളിൽ മടുത്ത്, നിങ്ങളും ഓരോരോ ചെയറുകളിൽ ഇരിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങളുടെ മുകളിൽ മേലധികാരികൾ, അധികാരം, ചട്ടക്കൂട്, സ്ഥാപനം, ഇങ്ങനത്തെ നമ്മളെ മനുഷ്യൻ ഒരു കാട്ടുചെടി പോലെ പടരേണ്ട ഒരു പ്രാണനെ, അല്ലെങ്കിൽ ഒരു വലിയൊരു വെള്ളച്ചാട്ടം പോലെ ഒഴുകേണ്ട ഒരു പ്രാണനെ നിങ്ങൾ ഏതോ കസേരയിൽ ഒരു ഉദ്യോഗസ്ഥനായി, ടീച്ചറായി, ഒരു ഇൻ്റർവെല്ലിന് പോലും കൂട്ടുകാരിയായിട്ടുള്ള ഒരു ടീച്ചറിനോട് സംസാരിച്ചാൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ടാർഗറ്റ് പറയുന്ന ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലോ നിങ്ങളിപ്പോൾ കുത്തിയിരിക്കുന്നുണ്ടാവും ഓരോ മനുഷ്യരും അല്ലേ? അപ്പോൾ അങ്ങനെ ഏതൊക്കെയോ സ്ഥലങ്ങളിലിരുന്ന് എൻ്റെ മേലുദ്യോഗസ്ഥരുമായി ഞാൻ നടത്തിയ എൻ്റെ പോരാട്ടങ്ങൾ, പരിഭവങ്ങൾ, വളരെ പൊട്ടിത്തെറി, അങ്ങനത്തെ ഒരു നിലയിൽ നിന്നാണ് ഞാൻ വൈറസ് എഴുതുന്നത്. ആ സമയം ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകണം, കോവിഡ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ആ നോവല് പൂർത്തിയാക്കുന്നത്. ആ നോവലിൻ്റെ ഒരു ഭാഷയിലും ആ നോവലിൻ്റെ ആ ഒരു ഒഴുക്കിലുമൊക്കെ എൻ്റെ അപക്വമായ പൊട്ടിത്തെറികളുണ്ട് എന്ന് ഇപ്പോൾ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ ഇന്ന് എന്നോട് ചോദിക്കുകയാണ്, ആ വൈറസ് ഇറങ്ങിയിട്ടില്ല, ഇന്നാണ് എങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും എനിക്ക് മാറ്റി എഴുതാനുണ്ട്. ഇല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അതാണ് ഒരു നോവലിസ്റ്റിൻ്റെ ഉള്ളിലെ ഒരു പ്രാണൻ, അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും സന്ദേഹം ഒതുങ്ങാത്ത, നമ്മുടെ അന്വേഷണങ്ങൾക്ക് ഒരിക്കലും മറുകര കാണാത്ത എന്തോ ഒന്നിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നോവൽ ഒരിക്കലും അത് പുത്തനല്ലാതാകില്ല. അതാണ് നോവലിൻ്റെ ഘടന. അതാണ്
അപ്പോൾ ഈ വൈറസ് എഴുതുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് ചിന്താഗതികളുണ്ടായിരുന്നു. എൻ്റെ ആദ്യ പുസ്തകമാണ്. ഞാൻ ഒരു വായനക്കാരി എന്ന നിലയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു എഴുത്തുകാരി ആകുന്നു എന്നുള്ള ചിന്തയിൽ എനിക്ക് റീഡബിലിറ്റി ഉണ്ടാകണം, കുറച്ചധികം മനുഷ്യർ എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള ചിന്തകളായിരുന്നു. അതിൻ്റെ ഭൂമിക ഇന്നതായിരിക്കണം, അല്ലെങ്കിൽ ചരിത്രപരമായി അത് കോവിഡ് പോലൊരു കാലഘട്ടത്തെ അത് വളരെ ആഴത്തിൽ കാണിച്ചു കൊടുക്കണം, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തകളായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അന്ന് എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്തയല്ല ശരിക്കും ഇപ്പം എനിക്കുള്ളത്. നമ്മൾ അതേ വിഷയത്തെ തന്നെ ചിലപ്പോൾ വളരെ ദാർശനികമായോ ആഴമായിട്ടോ ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇന്നത്തെ പുത്തൻ നോവലുകളെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ കുറച്ച് നാളായി വിദേശത്താണ്, കേംബ്രിഡ്ജിൽ പഠനം നടക്കുകയാണ്. അപ്പോൾ പുതിയ നോവലുകളിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ നോവലുകൾ എത്ര പുത്തനാകുന്നു എന്നുള്ളതല്ല, എത്ര മൗലികമാകുന്നു എന്നുള്ളതിൽ ഒരു വളരെ നമ്മൾ ചിന്തിക്കേണ്ട എന്തോ ഒരു തലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നോവലിസ്റ്റിനെ ഞാൻ മനസ്സിൽ കാണുന്നത് വളരെ സന്ദേഹിയും അന്വേഷിയും ഒരിക്കലും തൃപ്തിയടങ്ങാത്ത ഏതോ അശാന്തമായൊരു പ്രാണനായിട്ടാണ് ഞാനൊരു നോവലിസ്റ്റിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ എന്തോ ഒന്ന് കണ്ടെത്താൻ, ഇപ്പോൾ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥനൊക്കെ നടന്ന പോലെ എൻ്റെ ഏതോ വഴി ഇതല്ല, നമുക്ക് എന്തൊക്കെ കണ്ടിട്ടും ഇതൊന്നും എൻ്റെ വഴിയെല്ലാം തോന്നുന്ന ഒരു അനുഭവമാണത്. പുതിയ നോവലുകൾ, അതും വളരെ വളരെ മൗലികമായ, ഞാൻ കേംബ്രിഡ്ജ് ചില ലിറ്ററേച്ചർ ക്ലബ്ബുകളിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ അവർക്ക് വളരെ മൗലികമായ ഒന്നാണ് വേണ്ടത്. ബാനു മുഷ്താഖിന് ബുക്കർ കിട്ടുന്ന സമയം ഞങ്ങളവിടെ അന്ന് വൈകുന്നേരം ഉറപ്പായും ബുക്കർ UK കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അന്നത്തെ ചർച്ചകളിലൊക്കെ അതുണ്ടാവും. അപ്പോൾ അവരത് നോക്കി കാണുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ത്യയിലുള്ള മുസ്ലിം സ്ത്രീകളുടെ വളരെ ഒരു ലൗഡ് വോയിസ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം നമുക്കത് നമ്മുടെ ഇടയിലെ ഒരുപാട് രചനകളിലെ പോലത്തെ ഒന്നാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ബ്രിട്ടനിലെ ഒരു സ്ത്രീ അത് വായിക്കുമ്പോൾ, ഹാർട്ട് ലാമ്പ് പോലെ ഒന്ന് വായിക്കുമ്പോൾ അവരിൽ അത് പൊട്ടിത്തെറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, വളരെ മൗലികമായ ഒരു ഇന്ത്യൻ രചന എന്നുള്ളത് അത് നമ്മുടെ കുറച്ചും കൂടി നമ്മൾ വളരെ ഭാരതീയമായ, നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളും നോവലുകളും വായിച്ചിട്ട് നമ്മൾ ഒരു മലയാള നോവലുകളെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് എഴുത്തുകാർ മാത്രമാണ്, ഇപ്പോൾ OV വിജയനോ സുഭാഷ് ചന്ദ്രനോ പോലുള്ള വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് വളരെ ഭാരതീയമായ നമ്മുടെ തന്നെ മൗലികമായ ചിന്താഗതികളിൽ നിന്നും നമ്മൾ അത് ബോൾഡായി പറയുക എന്നുള്ളതാണ്. നമ്മൾ ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള നമ്മളെ റൊമാൻസ് എഴുതുമ്പോൾ, നമ്മുടെ നായകനെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സിനിമാറ്റിക് ആകുക, നമ്മൾ ഭയങ്കര മോഡേൺ ആകുക, അല്ലെങ്കിൽ നമ്മളൊരു പാശ്ചാത്യ രീതിയിലേക്ക് പോകുക എന്നുള്ളത് വിട്ട് വളരെ മൗലികമായ ഒരു ഭാരതീയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര പേടിച്ചാണ് പറയുന്നത്. ഇവിടെ വേറെ ഒരു സംഗതി ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടുകയാണ്. എന്തായാലും എനിക്ക് ഐശ്വര്യയുടെ ഒരു നിരീക്ഷണം വളരെ സന്തോഷം തോന്നി. ഏതൊരു രചയിതാവിൻ്റെയും മികവ് അത് രചനയുടെ കാലം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്കിനിയും സഞ്ചരിക്കാനുണ്ട്, അത് പഴയതായിപ്പോയി എന്നൊരു തോന്നൽ വരുന്നത് തന്നെ ആ രചയിതാവ് ബൗദ്ധികമായും സർഗാത്മകമായും മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ പുത്തനായ നോവലുകൾ, അതിന് മൗലികത എന്നൊരു വാക്ക് ഐശ്വര്യ ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഐശ്വര്യ പറഞ്ഞ ഉദാഹരണങ്ങൾ, രചയിതാക്കൾ ഇപ്പം OV വിജയൻ, സുഭാഷ് ചന്ദ്രൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നയാൾ, അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമാണ് മൗലികത എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പ്രത്യേകിച്ച് ഭാരതീയം എന്ന വാക്ക് വളരെ കൺഫ്യൂസിങ് ആണ്. വളരെ കുറച്ച് പേരിലാണ് ആ മൗലികത എന്ന് പറയുകയും OV വിജയനെ എക്സാമ്പിൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഞാൻ അടുത്ത ചോദ്യം മനീഷിലേക്ക് പോവുകയാണ്. കാരണം ഈ മൗലികത എന്ന് പറയുന്നതിനകത്ത് പലതരത്തിലുള്ള അപരജീവിതങ്ങളെ കൂടി കാണാനുള്ള ശ്രമം, ഞാൻ പെട്ടെന്നിങ്ങനെ OV വിജയൻ്റെ രചനകളിൽ OV വിജയനെ പറഞ്ഞതുകൊണ്ടാണ്, ആ ഒരു കാലഘട്ടത്തിൽ ഖസാക്ക് 50-ലേറെ വർഷം നമ്മൾ ആഘോഷിച്ച ഒരു രചനയാണ്.
പിന്നെ അദ്ദേഹത്തിൻ്റെ പല രചനകളിലും അപരജീവിതങ്ങൾ, അത്തരത്തിലുള്ള പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില കാഴ്ചപ്പാടുകളിൽ പുലർത്തുന്ന ചില ശരി ധാരണകൾ, ചില ജീവിത കാഴ്ചപ്പാടുകൾ, ചില ദർശനങ്ങൾ, ഇതാണ് ശരി എന്ന പ്രഖ്യാപനത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന സമീപനവും ഒ.വി. വിജയൻ ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ ബഹിഷ്കരിച്ച്, അതിനെ ഭേദിച്ച് പുറത്തോട്ട് വന്ന പുതിയ എഴുത്തുകാരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് തന്നെയാണ് വായനക്കാർ കാണുന്നത്. അപ്പോൾ ആ തരത്തിൽ എനിക്ക് മനീഷിന് നിങ്ങളുടെ എഴുത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് എഴുത്തുകളിലേക്ക് പോകാം. കാരണം എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ രചയിതാക്കളെ തന്നെ ചൂസ് ചെയ്തു എന്നതും വളരെ പ്രധാനമാണ്. മനീഷിൻ്റെ എഴുത്തിൽ പിന്നെ മിഴാവുകുന്ന് ഒരു ദേശവുമായും, നേരത്തെ ശ്രീനാഥിൻ്റെ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശിക ചരിത്രം കടന്ന് കുറേ കൂടി പ്രാദേശികതയെ ഏറ്റെടുത്ത ഒരു രചനയാണ്. അതുപോലെ കീളുവാരങ്ങൾ അതാണ് കുറേ കൂടി ടച്ചിങ്ങായി തോന്നുന്നത്. അതായത് പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഗോത്ര ജീവിതത്തെ, ഇത് പുതിയ കാലമല്ല, നൂറ്റാണ്ടുകളായി ഗോത്ര സമൂഹം അനുഭവിച്ച, സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ആരും എഴുതി വയ്ക്കാതെ എന്നാൽ ഇവിടെ ഉണ്ടായ പല നാടോടിപ്പാട്ടുകളിലും നാട്ടുകഥനങ്ങളിലും പിൽക്കാലത്ത് പുരാവൃത്തങ്ങൾ എന്ന രീതിയിൽ മാറിപ്പോയ മിത്തുകളായും ഒക്കെ പറഞ്ഞു പ്രചരിക്കുന്ന, ചരിത്രത്തിൻ്റെ ഒരു ആധികാരികതയിലേക്ക് കയറി വരാതെയും പോയ ഒരുപാട് ഗോത്ര ജീവിതത്തിൻ്റെ നോവുകളുണ്ട്. ആ ഒരു കണ്ടെത്തലുകൾ, അത്തരത്തിലുള്ള ചില വയനാട് കാരണം ഞാൻ സംസാരത്തിലേക്ക് അദ്ദേഹം തന്നെ, മനീഷ് തന്നെ വരട്ടെ. മനീഷിനെ അത്തരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോയത് എന്തൊക്കെയാണ്? മനീഷ് അതൊന്ന് പങ്കുവയ്ക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ തോപ്പിൽ രവി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രാവശ്യത്തെ തോപ്പിൽ രവി പുരസ്കാരം നേടിയിട്ടുള്ളത് 13 നോവലിനാണ്. ആ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ വിഷയം എത്ര മുത്തനാണ് നമ്മുടെ പുതു നോവലുകൾ എന്നുള്ളതാണ്. ആ വിഷയത്തിലേക്ക്, അതുപോലെ തന്നെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നത്, എന്തിനാണ് നമ്മൾ നോവലുകൾ എഴുതുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വായനക്കാരോട് അല്ലെങ്കിൽ സമൂഹത്തോട് പുതുതായി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട് എന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ എഴുത്തിലേക്ക് കടക്കുന്നത്. അതൊരു പക്ഷേ അവൻ്റെ ഉള്ളിലെ ഒരു ആദ്യമാവാം, അല്ലെങ്കിൽ നേരത്തെ ശ്രീനിവാസ് സാർ എഴുതുന്ന ചരിത്രത്തെ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു രീതിയാവാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ നിലനിൽക്കുന്ന കാലഘട്ടത്തോടുള്ള പ്രതിരോധമൊക്കെ ആയിരിക്കാം. ഇത്തരം വിഷയങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ആദ്യമായിട്ടൊരു എഴുതണമെന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരു നില വരുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചും അവൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മസംഘർഷത്തിൻ്റെ ഒടുക്കായിരിക്കും ആ എഴുത്ത് അവരെഴുതുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ എഴുത്തുകളൊക്കെ പുത്തൻ എഴുത്തുകളാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള വേദനകളോ ആദികളൊക്കെ ആയിരിക്കുമല്ലോ അവരെഴുത്തിലേക്ക് കടന്നു വരിക. എന്നിട്ട് അത് ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ മനുഷ്യരുടെയും വേദനകൾ നമ്മുടെ വേദനകളായി നമ്മളല്ലാതെ നീറ്റും. അങ്ങനെ അതൊരു കൂട്ടം മനുഷ്യരായി മാറുകയും അവരുടെ ഈ വേദനകളും പ്രയാസങ്ങളും ഒക്കെ തുടർക്കഥയായി മാറിത്തീരുമ്പോഴാണ് അത് നമ്മളെ കൂടുതൽ പ്രയാസപ്പെടുത്തും. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നാണ് കീളുവാരങ്ങളുടെ ഒരു രചന ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന പ്രദേശം, അവിടുത്തെ ആദിവാസി ജീവിതത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ മനോഹരമായ ഭാഷകളും ഒക്കെ ഉൾച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ്. അവരിപ്പോഴും പക്ഷേ ഒരു അടിമ സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കാഴ്ചകളാണ് കീളുവാരങ്ങൾ എന്നൊരു നോവലിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത്. അല്ല, ഞാനത് ചിന്തിക്കാൻ കാര്യം, ഞാൻ തുടക്കത്തിൽ മനീഷിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഈ കീളുവാരങ്ങൾക്കകത്ത് മാണി എന്നൊരു ക്യാരക്ടർ, ഒരു കഥാപാത്രം, മണി എന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ മായി അല്ലേ. അപ്പോൾ അയാളുടെ ഭാര്യയെ ജന്മിക്ക് കാഴ്ചവെക്കാത്തതിൻ്റെ പേരിൽ
അയാൾ കൊല ചെയ്യപ്പെടുന്നു. പിന്നീട് മായിയാണ് പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്നത്. മായി എന്ന സ്ത്രീ കഥാപാത്രമാണ്. ഇതിന് സമാനമായ ചരിത്ര സാഹചര്യങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും ഉണ്ടായി. ഞാനത് വായിച്ചപ്പോൾ ശരിക്ക് 2 പേരെയാണ് ഓർത്തത്. ഒന്ന്, ഈ പഴയ നാടൻ പാട്ടുകളിലുള്ള പൂലുവപ്പെണ്ണായ പൂമാതൈ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഈ പൂമാതയെ നാടൻ പാട്ടുകളിലൂടെ എത്ര മലയാളികൾക്കറിയാം? മലയാളികൾക്ക് നാടൻ പാട്ടുകളിലൂടെ പരിചയമുള്ള കേരളീയായ ഒരു വനിത എന്ന് പറയുന്നത് കൂടുതൽ പേരും കേട്ടിട്ടുള്ളത് ഉണ്ണിയാർച്ചയാണ്. ഉണ്ണിയാർച്ചയുടെ ഉണ്ണിയാർച്ചയുടെ റോൾ എന്തായിരുന്നു? ഉണ്ണിയാർച്ച പിന്നെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സ്വാധീനവും അധികാര സ്വാധീനവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വാൾപ്പയറ്റൊക്കെ പരിശീലിച്ച് ആയോധന കലയൊക്കെ അഭ്യസിച്ച ഒരു യുവതി. അപ്പോൾ ഉണ്ണിയാർച്ചയ്ക്ക് കിട്ടിയ ഒരു വാഴ്ത്ത് പൂമാതയ്ക്ക് കിട്ടിയിട്ടില്ല. ഈ പൂമാതയ്ക്ക് സമാനമായ ഈ മായുടെ ടൈപ്പ് പൂമാത വിവാഹം കഴിഞ്ഞില്ലായിരുന്നു, എന്നെല്ലാം പാട്ടിലൂടെ പറയുന്നവയാണ്. ഇതിന് സമാനമായി നീലികഥ, പലതരത്തിലുള്ള വേർഷനിലാണ് നീലികഥയെ നമ്മൾ പരിചയിച്ചത്. കണ്ണകിയുടെ വേർഷൻ പലതരത്തിൽ നമ്മൾ പരിചയിച്ചിരിക്കുന്നു. വേണ്ട, ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ ഫുലാൻ ദേവിയെ നമുക്കറിയാം. ഈ മായിയെ നമുക്ക് ഫുലാൻ ദേവിയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപരജീവിതങ്ങൾ, ഇതൊന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രേഖീയമായ ചരിത്രത്തിൽ നിന്ന് ബോധപൂർവം തമസ്കരിച്ച അനേകം ജീവിതങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നു. അതാണ് നിങ്ങളുടെ ഒരു എഴുത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന രീതിയിൽ കണ്ടത്. വീണ്ടും നമുക്ക് പുതിയ എഴുത്തുകളിലേക്ക് പോകാം. അപ്പോൾ ഈ എഴുത്തുകളൊക്കെ ഓരോരുത്തരും എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളുടെ ഭാഷയും ശൈലിയും ക്രാഫ്റ്റും ഇതിലൊക്കെ ഒരുപാട് സവിശേഷതകൾ കാണുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കും. അതുപോലെ ഈ എഴുതുമ്പോൾ ഞാൻ വീണ്ടും ശ്രീനാഥിലേക്ക് വരികയാണ്. എഴുത്തിന് വേണ്ടി നടത്തുന്ന കുറേ അന്വേഷണങ്ങളുണ്ടാവുമല്ലോ, കുറേ സഞ്ചാരങ്ങളുണ്ടാവും, കുറേ ഗവേഷണം തന്നെ ഉണ്ടാകും, കുറേ വായന ഉണ്ടാകും, കുറേ മനുഷ്യരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാകും. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങളുടെ എഴുത്തുമായി ബന്ധപ്പെടുത്തി പുതിയ കാലത്തിൻ്റെ എഴുത്ത് എന്ന രീതിയിൽ കൗതുകകരമായ അനുഭവങ്ങൾ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും. എഴുത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഒരു പണ്ട് OV വിജയനൊക്കെ അതിന് എനിക്കൊന്ന് അക്ഷരധ്യാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എഴുത്തിൻ്റെ തുടക്കം വളരെ മെക്കാനിക്കലാണ്. നമ്മളിത് എങ്ങനെ ഈ സബ്ജക്റ്റിലേക്ക് കയറാനും ഒക്കെ എടുക്കുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് നമുക്കിതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എഴുത്താവില്ല. അതെല്ലാം നമ്മുടെ ഒരു ആവശ്യമുള്ള സാധനങ്ങളെന്നുള്ള രീതിയിൽ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. പക്ഷെ എഴുത്ത് വരുമ്പോൾ അത് നമ്മളെ എടുത്തുകൊണ്ട് പായുന്നൊരവസ്ഥ വരും. അത് കുറച്ച് കഴിയുമ്പോഴാണ്, അത് എഴുതിയവർക്കെല്ലാം, പ്രത്യേകിച്ച് നോവലിൽ എഴുതിയവർക്കെല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നോവൽ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ എത്രയെല്ലാം തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കൂടി ചേർന്നിട്ട് ഈ കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ നോവലിൽ ഉപയോഗിക്കുന്നൊരു സാധ്യത വരും. ആ സമയത്താണ് നോവൽ തെളിമയോടുകൂടി നമ്മളെയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. ഇതിൻ്റെ റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷേ അതിനൊക്കെ റിസർച്ചിനെല്ലാം പരിമിതികളുണ്ട്. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുന്ന എന്തിനാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഈ നോവലിലെ കഥ, പ്രത്യേകിച്ചും ഈ ചരിത്രം നോവലിലേക്ക് പകർത്തുമ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചരിത്രത്തിൽ നിലവിൽ ജീവിച്ചിരുന്നിരുന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തെ അവർ സമീപിക്കുമ്പോൾ, ഒരു വിമർശാത്മകമായിട്ടൊക്കെ രാഷ്ട്രീയത്തെ സമീപിക്കുമ്പോൾ അവർ നിൽക്കുന്ന ഒരു പിവറ്റ് പോലെ അന്നത്തെ സാഹചര്യങ്ങളിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ അതിനെയൊക്കെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നിലപാടെടുത്തുകൊണ്ട് അവർ ജീവിതം കൊടുത്തുകൊണ്ടൊരു നിലപാടെടുക്കുകയാണ്. നമ്മൾക്ക് ഇന്ന് ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ അതിൽ തെറ്റും ശരിയും എല്ലാം കണ്ടെത്താൻ കഴിയും. അതിനകത്ത് അതെങ്ങനെയല്ലാതെ ഇങ്ങനെ ആവുമായിരുന്നു ഒക്കെ. പക്ഷേ അവർ കൊടുത്ത ഒരു രാഷ്ട്രീയ ജീവിതമുണ്ട്. ആ ജീവിതത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ നമ്മൾക്ക് അവകാശമില്ല. അതുകൊണ്ട് നമ്മുടെ നോവൽ എഴുതുമ്പോൾ അതിലൊരു കൃത്യത പാലിക്കേണ്ടതുണ്ട് എന്ന നിർബന്ധമാണ് റിസർച്ചിൻ്റെ ആധാരം. എത്രത്തോളം ചില വർഷങ്ങളോളമൊക്കെ നീണ്ടുപോയില്ല അന്വേഷണം. അത് എനിക്ക് ഈ പദവിന് വേണ്ടിയിട്ട് ഒരു 6-7 കൊല്ലമൊക്കെ എടുത്തിട്ടുണ്ടാവണം എനിക്ക് തോന്നുന്നു. പക്ഷേ അത് അത്ര പൂർണ്ണമായിട്ട് 24 മണിക്കൂറും റിസർച്ച് ചെയ്യുന്നല്ല. അതെ, എങ്കിലും നമ്മുടെ തലയുടെ പുറകിൽ, നമ്മുടെ ബ്രെയിനിന്റെ ബാക്കിൽ ഇതിന്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ തേടുന്നൊരു തേടലും നിരന്തരം
സംഭവിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേണിൽ നിന്ന് നമ്മൾ വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ നിന്ന് നമ്മുടെ ഭാരതീയമായ ഒരു ലിറ്ററേച്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ട സമയമുണ്ടെന്ന് പറയുമ്പോൾ അത് മൗലികത, നമ്മുടെ മൗലികത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ നായക സങ്കല്പങ്ങൾ മുഴുവനും ഒരു ആംഗ്ലോ സാക്സൺ വീരനായക സങ്കല്പങ്ങളിൽ പലപ്പോഴും വീണു പോകാറുണ്ട്. കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ അറിവുള്ള, കൂടുതൽ കായിക ബലമുള്ള, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആയോധന ശേഷിയുള്ള, ധൈര്യമുള്ള നായകന്മാരുടെ ഒരു സങ്കല്പമാണ് നമ്മുടെ നായക സങ്കല്പങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ആംഗ്ലോ സാക്സൺ, ഒരു വെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ അതിനപ്പുറത്ത് കടന്നുകൊണ്ട് ഒരു ഇന്ത്യനായിട്ടുള്ള, ഞാൻ ഭാരതീയം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിന് വാചകത്തിന് ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ആ വാക്ക് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യനായിട്ടുള്ള ഒരു നായക സങ്കല്പം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആത്മീയമാണ്, കുറച്ചും കൂടി അകത്തേക്ക് കടന്നുകൊണ്ട് ചിന്തിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമുക്കെല്ലാം മുമ്പിലുള്ള ഗാന്ധിജി തന്നെയാണ്. ഒട്ടും ശാരീരിക ശേഷിയില്ലാത്ത, ഒട്ടും അതിധൈര്യശാലി എന്ന് തെളിയിക്കാൻ ശ്രമിക്കാത്ത, സാഹിത്യകാരനല്ലാത്ത, കലാകാരനല്ലാത്ത, അതിബുദ്ധിശാലിയല്ലാത്ത എന്നെല്ലാം പറയുമെങ്കിൽ പോലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചേർമയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരു വലിയ ജനതയെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നായക സങ്കല്പം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതുപോലുള്ള നായക സങ്കല്പത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അത് കൂടുതൽ നമ്മുടെ രചനയെ സ്വാധീനിക്കേണ്ടതുണ്ട്. ചെറിയ വിയോജിപ്പ് എനിക്കുണ്ട് കേട്ടോ. ഗാന്ധിജി എന്ന് പറയുന്ന ചരിത്രത്തിലൂടെയും ജീവിതത്തിലൂടെ, യാഥാർത്ഥ്യത്തിലൂടെ നടന്നുപോയൊരു മനുഷ്യനാണ്. അത് ഒരു പൊതു ഇന്ത്യയുടെ ആവശ്യം എന്ന രീതിയിൽ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്ന് അനേകം പേർ ഒന്നിച്ച് ചേർന്ന് വന്ന ഒരു ചരിത്ര സന്ദർഭമാണ്. പക്ഷേ ഇന്ത്യയിലെ നായക സങ്കല്പം എന്ന് പറയുമ്പോൾ നാട്യശാസ്ത്രം വായിച്ച് നോക്കിയാൽ മതി. 3 ടൈപ്പ് നായകന്മാരെ പറഞ്ഞേക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള കുറേ ഗുണഗണങ്ങളുണ്ട്. ഇതാണ് ഇന്ത്യയിൽ ഉണ്ടായ കാവ്യങ്ങളിലും നാടകങ്ങളിലും ഒരുപാട് ഭാഷകളിലേക്ക്, സംസ്കൃതത്തിൽ രൂപപ്പെട്ടെങ്കിലും പിന്നീട് നിരവധി ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റെടുക്കുകയും നമ്മുടെ പലതരത്തിലുള്ള പുരാണാഖ്യാനങ്ങളിലും അവയുടെ പുനരാഖ്യാനങ്ങളിലും, അതും കഴിഞ്ഞ് ഏറ്റവും പുതിയ മലയാള സിനിമകളിൽ വരെ, ഏറ്റവും പുതിയെന്നല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പുതിയ ചെറുപ്പക്കാർ മാറി, അടുത്ത കാലം വരെയുള്ള സിനിമകൾ വരെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ നായക സങ്കല്പം ഉണ്ടല്ലോ. ധീരോദാത്തൻ, പിന്നെ ധീരലളിതൻ എന്നൊക്കെ പറയുന്ന ടൈപ്പ്, ഉന്നത കുലജാതൻ, അയാളുടെ മസിൽ പവർ, അയാളുടെ നിറം, അയാളുടെ മൂക്ക്, കണ്ണ്, കൈ, ഈ ടൈപ്പ്, അതിന് പറ്റിയൊരു നായിക, ഈ ടൈപ്പ് സങ്കല്പമാണ് ഇന്ത്യയിൽ കിടന്നത്. അതുകൊണ്ട് നമുക്ക് പൊതു ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ഒരു കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട, കൂടുതൽ സ്വീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു ആധിപത്യ സ്വഭാവത്തോടെ ഇന്ത്യയുടെ ഇന്ത്യയിലെ പല ഭാഷകളിലെ ആവിഷ്കാരങ്ങളിലേക്കും ആസ്വാദനത്തിലേക്കും പെട്ടെന്ന് പടർന്നു കയറിയ നായിക സങ്കല്പം അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെസ്റ്റേണിൽ നിന്ന് നമ്മളത് സ്വീകരിച്ചതൊന്നും ഇന്ത്യയിൽ മഹത്തരമായിരുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയാർച്ചയും ഭൂമാതയെയും ഒന്ന് കമ്പയർ ചെയ്ത് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ രീതിയിൽ ഒരു പറഞ്ഞു അല്ല, അങ്ങനെ അത് അങ്ങനെയും അതിനെ വേണമെങ്കിൽ കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ലോകത്താകമാനം ഈ നായകൻ എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിനകത്ത് ഇല്ലാതില്ല. അതെല്ലായിടത്തും. നമ്മുടെ രാമൻ എന്ന് പറയുന്നത് മര്യാദരാമനും അതേസമയം ഏറ്റവും ലോകത്ത് മുഴുവൻ കീഴടക്കാൻ ശേഷിയുള്ള, ശക്തിയുള്ള, അതായത് ആയോധനമായിട്ട് ഏറ്റവും ഉയർന്നു നിലനിൽക്കുന്ന ഒരാളുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നമ്മൾക്കുള്ളിലുള്ള എല്ലാ ആശങ്കകളും, എല്ലാ ആത്മീയമായിട്ടുള്ള, അകത്തേക്ക് ചിന്തിക്കുന്ന സ്പിരിച്വലായിട്ടുള്ള നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും എല്ലാം നിലനിൽക്കെ തന്നെ നായക സ്വഭാവം നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾക്ക് മാറ്റിമറിക്കാൻ, ഈ സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും, ഒരാൾക്കും അയാൾക്ക് ചുറ്റുമുള്ള ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നയസങ്കല്പങ്ങളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും നിങ്ങളെല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ കാണുന്നൊരു മെച്ചം. വീണ്ടും ഐശ്വര്യയിലേക്ക് വരികയാണ്. ഐശ്വര്യ ഈ പറഞ്ഞല്ലോ, തൊഴിലിടങ്ങളിലെയും പലയിടങ്ങളിലെയും അധികാര സമ്മർദ്ദങ്ങൾ, അപ്പോൾ ഈ വിദേശത്ത് പോയ അനുഭവങ്ങളും ഈ പുതിയ കാല എഴുത്തുകളിൽ ഐശ്വര്യ അധികാരത്തിൻ്റെ ഇടപെടൽ പോലെ തന്നെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒരു സ്ത്രൈണപക്ഷത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള സ്ത്രീ, കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സ്ത്രീ, ഈ തരത്തിലുള്ള പുതിയ കാലത്തെ പെൺകുട്ടികൾ, എന്നാൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള, പലതരത്തിലുള്ള
അവകാശങ്ങളെ സംബന്ധിച്ച്, ജനാധിപത്യത്തെ സംബന്ധിച്ച് ഉറച്ച കാഴ്ചപ്പാടുകളുള്ള പുതിയ കാലത്തെ പെൺകുട്ടികൾ പഴയ കാലത്തെ അപേക്ഷിച്ച് കുറേ കൂടി സമ്മർദ്ദങ്ങൾ, മനസ്സിൽ സംഘർഷങ്ങൾ വ്യവസ്ഥാപിത സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ? അത് എഴുത്തിലേക്കും ചിന്തകളിലേക്കും എങ്ങനെ അത് ഐശ്വര്യയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെച്ചാലും. അതിനു മുൻപ് എനിക്ക് തോന്നുന്നു ഭാരതീയമായ, മൗലികമായ എന്നുള്ള വാക്ക് ഞാനാണ് ആദ്യം എടുത്തിട്ടത്. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഭാരതീയമായി, മൗലികമായ ഒന്ന് വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയ ഒ വി വിജയൻ, സുഭാഷ് ചന്ദ്രൻ തുടങ്ങി അങ്ങനെയാണല്ലോ ഞാനിത് തുടങ്ങി വെച്ചത്. അപ്പോൾ ഞാൻ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഭാരതീയം എന്നുള്ളത് ഹൈന്ദവം എന്ന് വായിച്ചു പോകുന്ന ഒരു പ്രവണത ഇന്നുണ്ട്. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നായക സങ്കല്പങ്ങൾ എന്നാണ് പറയുന്നത്, നായികാ സങ്കല്പങ്ങൾ എന്നത് തിരുത്തി പറയണം. മര്യാദരാമന്മാർക്കൊപ്പം തെണ്ടിരാമികളൊക്കെ ഉണ്ടായിരുന്ന നാടാണ് കേട്ടോ. എൻ്റെയൊക്കെ വീട്ടിൽ തെണ്ടിരാമികൾ ഇറങ്ങി കറങ്ങാനായിട്ട് എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭാരതീയമായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മൗലികമായി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചിന്താധാരകളും അല്ലെ നമ്മുടെ ആശയങ്ങളും നമ്മൾ ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഇന്നൊരു വഴക്കുണ്ട്. കാരണം നമുക്കൊരു റീജിയണൽ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് പോയി കഴിഞ്ഞു. നമ്മൾ നമ്മുടെ പുസ്തകങ്ങൾ, നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വലിയ വലിയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ലോകം എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനുള്ള കേംബ്രിഡ്ജിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പുസ്തകശാലകൾ, പുസ്തക ഷോപ്പുകളുള്ള ഒരു സ്ഥലമാണ് കേംബ്രിഡ്ജ്. അവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന റീജിയണൽ ബുക്സാണ്. ആഫ്രിക്കൻ ബുക്കുകൾ, ഇന്ത്യൻ ജീവിതം, അഫ്ഗാൻ ജീവിതം, അഫ്ഗാൻ സ്ത്രീകളുടെ ജീവിതം, ഇതൊക്കെ വായിക്കാൻ അവിടെയുള്ളവർക്ക് വലിയ ആഗ്രഹമാണ്. ട്രാൻസ്ലേഷനാണ് അവർക്ക് വേണ്ടത്. ഈ അടുത്ത കാലത്ത് സൈമൺ ആൻഡ് ഷുസ്റ്റർ നടത്തിയ ഒരു മത്സരം തന്നെ എത്നിക് മൈനോറിറ്റിയിലുള്ള ആളുകൾ എഴുതുന്ന നോവലുകൾ മാത്രം അയച്ചാൽ മതി. അതായത് UK ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ എത്നിക് മൈനോറിറ്റി, ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ ബ്രൗൺ കളേർഡ് എന്ന് പറയും അവർ. ആരാ വന്നു പോയത്, വൈറ്റ് ഓർ കളേർഡ് എന്ന് ചോദിക്കും. അതായത് വെള്ളക്കാരനാണോ വന്നത് അതോ ഈ നിറമുള്ള ആളാണോ വന്നത്? ആ നിറമുള്ള ആൾ ഞാനാണ്, ഞങ്ങളൊക്കെയാണ്. പാക്കി നിഗാസ് എന്നൊക്കെ പറയുന്ന, ഉച്ചരിക്കാൻ പാടില്ല എന്ന് നിയമം ഇറക്കിയിട്ടുള്ള കുറച്ച് മനുഷ്യർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ മലയാള സാഹിത്യത്തെ ഇനി കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഭാരതീയമായ മൗലികമായ ശബ്ദം ഒന്നുണ്ട്. ഈ അടുത്തകാലം തന്നെ ഞെട്ടിച്ചൊരു ബുക്ക് മനോജ് കുരൂറിൻ്റെ നിലം പൂത്തു മലർന്ന നാൾ. ഞാൻ അത് വായിച്ച് ഞെട്ടിപ്പോയി. കാരണം ഒരു നോവലാക്കാൻ വേണ്ടി ഒരു നോവലിസ്റ്റ് ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുമല്ലോ. എൻ്റെ ആദ്യ നോവൽ അബക്കുമാണ്, ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത നോവൽ എഴുതുമ്പോൾ ഞാൻ ആരും എഴുതിയിട്ടില്ലാത്ത ഒന്ന് എനിക്ക് എഴുതണം. അല്ലെ എല്ലാവരും എഴുതുന്ന ഭാര്യയും ഭർത്താവ് അടി കൂടുന്നു, മീൻകറി ശരിയായില്ല, ഇത് എനിക്ക് വീണ്ടും എഴുതാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ത്രീ സ്വാതന്ത്ര്യം, ഇന്ന് ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം, അങ്ങനെ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഈ നോവൽ സംഘകാലത്തെക്കുറിച്ചാണ്. അതായത് ഇന്ത്യയുടെ ഇത്രയും വലിയൊരു വേരുകളിലേക്ക് ഒരു നോവലിസ്റ്റ് പോകുമ്പോൾ ആളുകൾ വായിക്കുന്നതിനെക്കുറിച്ചോ ഇന്നത്തെ ട്രെൻഡുകളെക്കുറിച്ചോ റീഡബിലിറ്റിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ സന്ദേഹിയും അന്വേഷിയും ദുർബലനും നിസ്സഹായനും അശാന്തിയുടെ എന്തൊക്കെയോ വലിയ ദുരിത പർവ്വങ്ങൾ പേറുന്ന ഒരു അന്വേഷിയായ എഴുത്തുകാരനാണത്. അപ്പോൾ മൗലികമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തീർത്തും നമ്മുടേതായ പേഴ്സ്പെക്റ്റീവ്. നമ്മൾ പറയാൻ ലോക സിനിമ കാണുകയാണ്, അതിൽ നമുക്ക് നമ്മുടെ മിത്തുകളൊക്കെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ലേ? ഇവിടെ ഇരിക്കുന്ന ട്രീ ഓഫ് ലൈഫ് എന്നാണ് ഇതിൻ്റെ പേര്, ജീവവൃക്ഷ ചോട്ടിൽ. നമ്മൾ അവതാർ, ജെയിംസ് ക്യാമറോൻ്റെയൊക്കെ സിനിമ കണ്ടിട്ട് എന്താ അത്, അതിലൊരു മരമാണ് അറിയാലോ ആ മരത്തെക്കുറിച്ച്, അത് ശരിക്കൊരു ഭാരതീയ സങ്കല്പമാണ്. നിങ്ങൾക്ക് അതിൻ്റെ വേരുകൾ ചികഞ്ഞ് പോയാൽ മനസ്സിലാകും. നമ്മളിരിക്കുന്ന ജീവവൃക്ഷ ചോട്ടിൽ എന്ന് പറയുന്ന ഈ സ്ഥലം ഒരു ആത്മീയമായ അല്ലെങ്കിൽ വളരെ ഭാരതീയമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അതുപോലെ ഹാങ്കാങ്ങിന് വെജിറ്റേറിയൻ എന്ന പുസ്തകം, ഹാൻഗാങ്ങിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട. അന്ന് ഞാൻ UK-ലുണ്ട്, എനിക്ക് തോന്നുന്നു ലണ്ടൻ ബുക്ക് ഫെയർ ഒക്കെ നടക്കുന്ന സമയം.
അപ്പോൾ അവരിങ്ങനെ ഒരു സ്ത്രീ അതിൽ പെട്ടെന്ന് വെജിറ്റേറിയനിസത്തിലേക്ക് അവരുടെ പൈശാചികമായ ഈ മൃഗങ്ങളുടെ മേർഡറുകളുടെ ആ സ്വപ്നങ്ങളിലൂടെയാണ് അവർ വെജിറ്റേറിയൻ ആവുന്ന ഒരു കഥയാണത്. വായിച്ചാണ് നിങ്ങൾ നോവല്. കൊറിയൻ കൾച്ചറിൽ അങ്ങനെ ഒരു നോവൽ വരെ സാധ്യതയില്ല. കൊറിയൻ ഫ്രണ്ട്സ് നിൽക്കൊണ്ട് ചോദിച്ചാൽ മനസ്സിലാവും, സ്റ്റാമിനൊക്കെ അവർ ഡോഗ് സൂപ്പാണ് കുടിക്കുന്നത്. എനിക്കൊരു കൊറിയക്കാരി കൂട്ടുകാരി ഉണ്ട്, അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറിയൻ ബുക്ക് ഒരു അത്ഭുതമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ കോട്ട് ചെയ്ത് ലണ്ടൻ്റെ വലിയ എന്താണ് കേംബ്രിഡ്ജിൻ്റെ ഷെൽഡോണിയൻ തിയേറ്റർ പോലത്തെ സ്ഥലത്തൊക്കെ അങ്ങനെ കോട്ട് ചെയ്യുമ്പോൾ പിൻവരിയിൽ നിന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുക, എൻ്റെ നാട്ടിൽ OV വിജയൻ എന്ന എഴുത്തുകാരനുണ്ട്. ഗുരുസാഗറിലെ ധർമ്മപുരാണത്തിൻ്റെ അവസാനം അദ്ദേഹം എഴുതുന്നുണ്ട്, പരാശരൻ വിപ്ലവം മുഴുവൻ പരാജയപ്പെട്ട് ബോധിവൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് സിദ്ധാർത്ഥ അങ്ങായിരുന്നു എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മൃഗജീവിതത്തിൻ്റെ ഹിംസാത്മകതയിൽ നിന്നും സസ്യജീവിതത്തിൻ്റെ പ്രശാന്തതയിലേക്ക്, അതൊരു വലിയ ഭാരതീയമായ ചിന്താഗതിയാണ്. വളരെ മൗലികവും വളരെ ഭാരതീയവും തീക്ഷ്ണമായിട്ടാണ് OV വിജയൻ ധർമ്മപുരാണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. മൗലികമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയമായ ഇന്ത്യൻ, നമ്മൾ പോസ്റ്റ് കൊളോണിയൽ റെസിഡ്യൂ എന്ന് പറയും. അതായത് കൊളോണിയൽ സംസ്കാരം ബാക്കി വെച്ച വിഴുപ്പ് ചുമന്ന്, അല്ലെ നമുക്ക് സിനിമാറ്റിക് നോവലുകൾ എഴുതണം, അല്ലെ നമ്മുടെ നായകൻ നായിക ട്രാവൽ ട്രക്കിംഗ്, ഇതിൻ്റെയൊക്കെ വൈൽഡായ നമ്മുടെ ഒരു വെർഷനുണ്ട്. നമ്മൾ ചെയ്ത യാത്രകൾ, നമ്മുടെ തന്നെ അവധൂതരായ മനുഷ്യരുണ്ട് നമ്മുടെ വേരുകളിൽ. അപ്പോൾ അതിനെ അന്വേഷിക്കുക. അങ്ങനെ ഒരു നോവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നമ്മുടേതായ എന്തോ ഒന്ന് മുന്നിലേക്ക് വെച്ചു എന്ന് പറയുന്നത്. താങ്ക് യു. കുഴപ്പമില്ല. നിലം പൂത്ത് മലർന്ന നാൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അത് സംസ്കൃത വാക്കുകൾ, അല്ലെങ്കിൽ മലയാളം പറയുമ്പോൾ അതിനകത്ത് സംസ്കൃതവും ഇംഗ്ലീഷും കുറേ കയറി വരും. അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങളൊന്നുമില്ലാതെ തനി മലയാള പദങ്ങൾ കൊണ്ട് മാത്രം, അതൊരു വലിയൊരു വീണ്ടും എൻ്റെ വായിൽ സംസ്കൃതം ഇംഗ്ലീഷൊക്കെ കയറി വരുന്നത് വലിയൊരു പരിശ്രമമാണ്. വാക്ക് എന്ത് പറഞ്ഞാലും നമുക്കത് പറ്റില്ല. പക്ഷേ മനോജ് സാർ അത് സാധ്യമാക്കി. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. മനീഷിൻ്റെ ഈ മിഴാവ് കുന്നിൽ ഭാഷയുടെ ഒരു വലിയ സഞ്ചാരമുണ്ട്. അത് എങ്ങനെയാണ് അതിലൂടെ? കാരണം അത് വായിക്കുമ്പോൾ ഒരു പക്ഷേ ഈ മാനക മലയാളം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള പൊതുമലയാളം, ഔപചാരിക ഭാഷ, ക്ലാസ് മുറികളിലൂടെ പരിചയിച്ച ഭാഷ മാത്രം പരിശീലിച്ചിട്ടുള്ള മലയാളികൾക്ക് ചിലപ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാനത് പെട്ടെന്ന് ഓർക്കാൻ കാരണം, എന്നോട് ഈ അടുത്ത കാലത്ത് ഒരു എഴുത്തുകാരൻ പറയുകയാണ്, ഡോക്ടർ R. രാജശ്രീയുടെ ആത്രയം നല്ലൊരു നോവലാണ്, പക്ഷേ മറ്റേ കല്യാണി ദാക്ഷായണി അതൊരു സുഖമില്ല, അതെന്തോ ഒരു കാട്ടിക്കൂട്ടൽ, അതിൻ്റെ ഒരു ഭാഷയൊക്കെ ഇത്തരത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ കേരളീയത, ഭാരതീയത, നമ്മുടെ സ്വത്വം, ഭാഷയുടെ സ്വത്വം എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ബഹുസ്വരമായ പലതുമുണ്ടല്ലോ. ആദ്യം മുതലേ പറയാൻ ശ്രമിക്കുന്നതാണ് പല ലെയർ, പല ഐഡൻറ്റിറ്റി. അപ്പോൾ ഭാഷയുടെ പലമയുടെ ഒരു പ്രഖ്യാപനം താങ്കൾ മിഴാവ് കുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ഒന്ന് പങ്കുവയ്ക്കാം, ആ ഒരു അനുഭവത്തെ. മിഴാവ് കുന്ന് എൻ്റെ നാടിൻ്റെ കഥയാണ്. അപ്പോൾ നാടിൻ്റെ കഥ എഴുതുമ്പോൾ എൻ്റെ ചുറ്റിലും ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ കഥയാണ്. അവരുടെ ശരിക്കും അമ്മിഞ്ഞപ്പാലോടൊപ്പം അവരിലേക്ക് പകർന്നു കിട്ടിയൊരു ഭാഷയാണ് ആ ഭാഷ, നമ്മുടെ നാടിൻ്റെ പ്രാദേശിക ഭാഷ. ആ ഭാഷയെ ഏറ്റവും മനോഹരമായി തന്നെ അടയാളപ്പെടുത്തണമെന്നൊരു ആഗ്രഹത്തിൽ നിന്നാണ് അതിന് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് 40-40 വർഷം പുറകിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വലിയൊരു മാറ്റം ആ കാലഘട്ടത്തിലെ ഭാഷയ്ക്കുണ്ട്. പക്ഷേ പഴയ മനുഷ്യരിൽ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ച ഒരു അനുഭവമാണ് നമുക്ക് അവരെ തേടി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ആ ഭാഷ പലയിടത്തും അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് മയമ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ, ഒരു സന്ധ്യാനേരം മയമ്പ് എന്നൊക്കെ വാക്കുകൾ പറയും. ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഇപ്പം പദമ്പ് നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പദമ്പ് എന്നൊരു ചോദ്യം ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനിവാസ പറഞ്ഞത് അത് വായിച്ചിട്ട് മനസ്സിലാക്കണമെന്നായിരുന്നു. അങ്ങനെ ഉത്തരം എവിടെയോ ഞാൻ വായിച്ചതായി കേട്ടു. അത് നമുക്ക് വായിച്ചു പോകാൻ മനസ്സിലാവും, നല്ല മൂന്ന് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അതിന് പതക്കറ്റ എന്നാണ് പറയുക.
നിങ്ങളെ കണ്ണൂർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പതക്കറ്റ എന്നാണ് പറയുക. അപ്പോൾ പദംബോധങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ നമുക്കിടയിലുണ്ട്. ആ വാക്കുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ. ഭാഷാപദങ്ങളുടെ വലിയൊരു തിരിച്ചുപിടുത്തമാണ് ഇത്തരം രചയിതാക്കൾ ചെയ്യുന്നത്. അതൊരു വലിയൊരു പ്രതിരോധമാണ്, ഭാഷാപരമായ വലിയ പ്രതിരോധമാണ്. ഇടയ്ക്ക് കയറുന്നത് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ 2021 ഒരു പഠനം പറയുന്നത് ഇതാണ്, 2050 ആകുമ്പോഴേക്കും ഏതാണ്ട് ഇത്തരത്തിലുള്ള 90ഓളം ഭാഷകൾ ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. ആ പഠനത്തെ തുടർച്ചയിൽ തന്നെ പറയുന്നത് ഇപ്പം അമേരിക്കയിലുള്ള ഒരു ഭാഷ, അത് അവസാനമായി സംസാരിച്ച 2 പേര്, അതിലൊരാൾ മരിച്ചു എന്നൊരു അനുഭവം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മരണപ്പെട്ടു പോയ ശേഷം ഒരാൾ മാത്രം ആ ഭാഷ അറിയുന്ന ഒരാളായി മാറ്റിയിരുന്നു. അപ്പോൾ 2 പേരുണ്ടെങ്കിൽ മാത്രം 2 പേര് ആ ഭാഷ അറിയുന്നുണ്ടെങ്കിലേ ആ ഭാഷ നിലനിൽക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് വരുമ്പോൾ അത്തരം ഭാഷകളെ എന്നാൽ കഴിയുമ്പോൾ വീണ്ടെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ കീഴുവാരങ്ങളിലേക്ക് വരുമ്പോഴും പണിയ സമുദായത്തിൻ്റെ ജീവിതം എഴുതുമ്പോൾ അവരുടെ ഭാഷ, ഗോത്ര ഭാഷയിലാണ് ആ നോവൽ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. തീർച്ചയായിട്ടും ഭാഷാ രാഷ്ട്രീയം. തീർച്ചയായിട്ടും. അത്തരം ഭാഷകളെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം ശ്യാം സാർ പറഞ്ഞ പോലെ നമുക്ക് ഒരു എളുപ്പമുള്ള ഒരു ജോലിയല്ല. പ്രത്യേകിച്ച് നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു ഭാഷയെ നമ്മൾ ആ മനുഷ്യരുടെ കൂടെ ചേർന്നിരുന്ന് അതിനെ കണ്ടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വാക്കും നമ്മളിലേക്ക് അതിങ്ങനെ പകരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്, ഒരു അനുഭവമുണ്ട്. അത് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇത്തരം ഭാഷകളെ വീണ്ടെടുക്കുന്നതോടൊപ്പം ആ മനുഷ്യരുടെ ഒരു അടിവേര് തന്നെ നമ്മൾ കണ്ടെടുക്കുന്നു എന്നാണ് അത്തരം അനുഭവങ്ങളോട് തോന്നുന്നത്. തീർച്ചയായും. അതാണ് പുതിയ നോവലുകളുടെ ഏറ്റവും വലിയ സവിശേഷത. ഏതെല്ലാം തരത്തിൽ എന്തിനെയൊക്കെ മാറ്റി നിർത്തിയോ അതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ സഞ്ചാരം. അതിൽ പലതരത്തിൽ കീഴാളമാക്കപ്പെട്ട മനുഷ്യ സ്വത്വാവസ്ഥകൾ, ഭാഷണങ്ങൾ, പ്രാദേശികതകൾ, ഇതിനെയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ പുതിയ കാലത്തെ നമ്മൾ ക്ലാസ്, വംശം, വർഗം എന്നൊക്കെയുള്ള തരംതിരിവുകൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, പുതിയ മുതലാളിത്ത കാലഘട്ടത്തിലേക്ക്, ഡിജിറ്റൽ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ പുതിയ തരത്തിലുള്ള വർഗങ്ങളും പുതിയ തരത്തിലുള്ള കീഴാളതകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമൊക്കെ നോവലിനെ വല്ലാതെ കണ്ട് സ്വാധീനിക്കുന്നില്ലേ, നോവലിലേക്ക് കടന്നു വരുന്നില്ലേ, അതായത് പ്രമേയങ്ങളിലേക്കൊക്കെ കയറി വരുന്നില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ അവിടെയാണ് കിടക്കുന്നത്. അതായത് ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് കൂടി ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ എഴുത്ത് നൂതനമാകുന്നതിൻ്റെ ഭാഗമാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് എനിക്ക് ഇപ്പോൾ പറയാവുന്നത്, കഴിഞ്ഞ ഒരു 10-15 സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്തിനകത്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഈ കാസ്റ്റിൻ്റെ അട്രോസിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും കാസ്റ്റിനകത്തുള്ള പല പ്രിവിലേജുകളെ കുറിച്ച്, കാസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നതിനെക്കുറിച്ച്, ശ്രേണീബദ്ധമായിട്ട് കാസ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനകത്ത് ഇപ്പോൾ ഒരു ജാതിവാല് മുറിക്കുമ്പോൾ എത്രത്തോളം അത് ആ പ്രിവിലേജിനെ സ്വാധീനിക്കുന്നുണ്ട്, ആ ജാതിവാല് വയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഈ ഇത്തരം ചർച്ചകളെല്ലാം നമ്മൾ ഉയർന്നു വരുമ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും സട്ടിലായിട്ടുള്ള ഏറ്റവും അകത്തുള്ള ചിന്തകൾ കൂടെ തിരിച്ചറിവിലേക്ക് നമ്മുടെ ഓരോ കാലവും നമ്മളിലേക്ക് നൽകുന്നുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ മറ്റുള്ളവരിൽ ഒരു കഥ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ ബഹുസ്വരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്. ഈ യെല്ലോ സണ്ണൊക്കെ എഴുതിയ ചിമമന്ത അഡിച്ചി എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, നൈജീരിയൻ നോവലിസ്റ്റാണ്. ഇവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭാഷണവും ഒരു ലേഖനവുമാണത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരു ആഫ്രിക്കൻ സ്ത്രീയെ കാണുമ്പോൾ, ഇവരൊരു പട്ടിണി നിറഞ്ഞൊരു രാജ്യത്തു നിന്നാണ് വരുന്നത്, വിദ്യാഭ്യാസപരമായി ഏറ്റവും പരിമിതി അനുഭവിച്ച് ചിലപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയില്ലായിരിക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അടിച്ച് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അവർ നൈജീരിയയിൽ നിന്ന് US പഠിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ റൂംമേറ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ചോദിച്ചു, യു ആർ ഫ്രം ആഫ്രിക്ക, ഹൗ ക്യാൻ യു സ്പീക്ക് സച്ച് എ ഗുഡ് ഇംഗ്ലീഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നൈജീരിയയിലെ ഭാഷ, ഔദ്യോഗിക ഭാഷ, ഞങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ തുടങ്ങി സംസാരിച്ച ഭാഷ ഇംഗ്ലീഷാണെന്ന് അവർക്കറിയില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ എൻ്റെ മേലെ ഒരു സ്റ്റോറി ഉണ്ടാക്കി കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ നിരന്തരമായി സ്റ്റോറികൾ ഉണ്ടാക്കുന്നുണ്ട് ആളുകളുടെ. ഈ സ്റ്റോറികളിൽ നിന്ന് നമ്മളെ വിടുതൽ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കൃത്യമായ ബഹുസ്വരത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ വിടുതലിനുള്ള നിരന്തരമായൊരു ശ്രമം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൂടുതൽ നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുകൂടി പറയാം. തീർച്ചയായും ഈ അർബൻ ചേരികളിലൊക്കെയുള്ള ഇടങ്ങളിൽ നിന്ന്, അതുപോലെ ഗോത്ര ഊരുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ പുതിയ തൊഴിലിടങ്ങളിലേക്ക് കയറി ചെല്ലുന്നവരൊക്കെ കാണുമ്പോഴേ തന്നെ ചില ആൾക്കാർ മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കും. ഈ പറഞ്ഞത് ഇവിടെയും നിരന്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ഇനി സമയം ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരോട് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് വിയോജിപ്പുകളും ആകാം കേട്ടോ, എന്തും സംസാരിക്കാനുള്ളൊരു സമയമാണ്. മനീഷേട്ടനുടെ നാട്ടുകാരനാണ് ഞാൻ. ഈ പണിയ വിഭാഗത്തിൽ ഏകദേശം ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ്. വയനാട് തന്നെയാണ് ഞാൻ ഗവേഷണം നടത്തുന്നതും. എൻ്റെ ഒരു ചോദ്യം, ഈ പണിയ വിഭാഗത്തെ ആസ്പദമാക്കിയാണ് ചേട്ടൻ നമ്മുടെ കീളുവാരങ്ങൾ രചിച്ചത്. അപ്പോൾ വയനാടിലുപരി നമ്മുടെ മുരിങ്ങോടി, പേരാവൂർ, നാനാനിപ്പോയി, വളയംചാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി അധികം പണിയ വിഭാഗങ്ങളുണ്ട്. അപ്പം ഈ നോവല് ചേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും വയനാടിൽ മാത്രമാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? പിന്നീട് എഴുതുന്ന അവസ്ഥകളിൽ എപ്പോഴെങ്കിലും ഈ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഈ കഥാപാത്രങ്ങളിൽ എങ്ങനെയാണ് ജീവിതം കൊടുത്തത്? എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളുടെ ഇത്രയും ആഴത്തിലുള്ള ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയത്? എങ്ങനെയായിരുന്നു പുസ്തകത്തിന് പുറകിലുള്ള പഠനം? ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ചുറ്റിലും നമ്മൾ ഈ മനുഷ്യരോട് നമ്മൾ ചേർന്ന് ഇടപെടുകയാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതരീതികളും പിന്തുടരുന്നവർ നിലയിലാണ്. അപ്പോൾ ആ മനുഷ്യരോടുള്ള ചേർന്ന് നിൽക്കലും അടുപ്പമാണ് എന്നെ സത്യത്തിൽ വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നോവലിൻ്റെ ഒരു കഥ വരുന്നത് വയനാട്ടിലെ വള്ളിയൂർക്കാവിൽ നിലനിന്നിരുന്ന ഒരു വല്ലിപ്പണി എന്ന അടിമ സമ്പ്രദായത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ജീവിതം എഴുതുമ്പോൾ അവിടുത്തെ മനുഷ്യരോട് തന്നെ അവിടുത്തെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളും അവരെ കേൾക്കുകയും അവരെ അറിയുകയും അവരിൽ നിന്ന് നേരിട്ട് ഇത്തരം അനുഭവങ്ങൾ മനസ്സിലാക്കി എഴുതാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ ചുറ്റിലുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ വയനാട്ടിലേക്ക് എത്താനും ഈ മനുഷ്യരെക്കുറിച്ച് എഴുതാനും വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 3 വർഷത്തോളം കൊണ്ടാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. ഇപ്പം ശ്രീനിവാസ് സാറ് പറഞ്ഞ പോലെ 3 വർഷമൊന്നും ഒരു നോവലിൻ്റെ വലിയ കാലയളവല്ല. അപ്പോൾ 3 വർഷം കൊണ്ട് എഴുതി തീർക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മനുഷ്യരെ പരിചയപ്പെടുകയും അത്തരം കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഈ നോവലിലേക്ക് കടന്നു വരുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെ അവരുടെ പൂർവ്വ തലമുറ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 80% ഈ റിയലായിട്ടുള്ള ജീവിതം തന്നെയാണ് ആ നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. ഒരു 20% മാത്രമാണ് എൻ്റെ ഭാവന അതിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്രിയമായ കാഴ്ചകളെ ടാർപോളിൻ കെട്ടി മറക്കുകയും അതുപോലെ നമുക്ക് അപ്രിയമായ മനുഷ്യരുടെ ചരിത്രങ്ങളെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് നമുക്ക് സബാൾട്ടേൺ എന്ന് വിവക്ഷിക്കപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് അവരെ ഈ ചരിത്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അങ്ങനെ ഒരു വിഭാഗം ജീവിച്ചിരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവരുടെ ഭാഷയുടെ തനിമയുൾപ്പെടെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയ ആളുകളാണ് ശ്രീനാഥും അതേപോലെ തന്നെ മനീഷും ഒക്കെ. അപ്പോൾ ഇത്തരത്തിൽ പഴയ കാലങ്ങളെയും നമുക്ക് പുതിയ അന്താരാഷ്ട്ര കാര്യങ്ങളെയും ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പ്രാദേശിക ചരിത്രങ്ങളെയും അടയാളപ്പെടുന്നതോടൊപ്പം തന്നെ അത് പുതിയ കാലത്തിന് അറിയേണ്ടതാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്ന് കഥകളും എഴുത്തുകളും വരുമ്പോഴാണ് വായനക്കാർ എന്ന നിലയിൽ അതിനെ കൂടുതൽ നമുക്ക് സ്വീകാര്യമായി തോന്നുന്നത് എന്ന് തോന്നുന്നു. കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ആരെങ്കിലും ഉണ്ടോ? അഭിജിത്ത്. ആരാണ് ഇന്ത്യക്കാർ, എന്താണ് ഇന്ത്യൻ സ്വത്വം എന്ന് ചോദിക്കുമ്പോൾ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കൽ പോലും ഇന്ത്യയിൽ വരാത്ത മാക്സ് മുള്ളർ പറഞ്ഞ ഇന്ത്യൻസ് ആർ നോട്ട് ആക്റ്റീവ് ബട്ട് പാസീവ് മെഡിറ്റേറ്റീവ് എന്ന് പറയുന്ന ആ വാചകം കാണാതെ പഠിച്ച് പറയുന്നവരാണ് നമ്മൾ. അത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു പൊതുവായ സാമൂഹ്യ മനസ്സ് എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ
അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഗാന്ധിയെ പറയുമ്പോൾ 1948 ഇതുപോലൊരു ജനുവരി 30 ഗാന്ധിയെ വധിച്ചുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇന്ന് അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇന്ത്യൻസ് ഇതുപോലെ ഇന്ത്യക്കാർ അത്തരത്തിലൊരു ആത്മീയ മനോഭാവമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗാന്ധി ഉദാഹരിച്ചുകൊണ്ടുള്ള മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നാല് മിനിറ്റ് കൂടെ ഉണ്ട്. ആരെങ്കിലും മറ്റെന്തെങ്കിലും? സമയപരിമിതിയുണ്ട്, ദയവായി ചുരുക്കി ചോദിക്കണമെന്ന് അറിയിക്കുന്നു. നമസ്കാരം. മനീഷും ശ്രീനാഥും ഒക്കെ ഭൂതകാലത്തിലേക്ക് പോയി ഇന്നിൻ്റെ കഥ എഴുതുമ്പോൾ ഇന്നിൻ്റെ കാലത്ത് തന്നെ ഇതെല്ലാം ഉണ്ട് എന്നോർക്കാതെ നിങ്ങൾ അറിയാത്തത് പറയുമ്പോൾ, പരിചിതമല്ലാത്തതിനെ അവതരിപ്പിക്കുമ്പോൾ എഴുത്തുകാരൻ്റെ കുറവുകളെ വായനക്കാർ കണ്ടെത്തുകയില്ല എന്നുള്ളൊരു കംഫർട്ട് സോൺ തേടുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. അത് ഒറ്റ കാര്യമുള്ളൂ, ഒന്നിലും കംഫർട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യം. എഴുത്തെന്ന് പറയുന്നത് തന്നെ പെയിനാണ്. ആ പെയിൻ ഇല്ലെങ്കിൽ എഴുത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ചേട്ടാ, അങ്ങനെ ഒരു കംഫർട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുമ്പോൾ പൂർണ്ണമായും അതിനെ നമ്മളിലേക്ക് സമീപിച്ചിട്ടല്ല എഴുതുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഉണ്ടാകും. കാരണം പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുള്ള ശ്രമം, അതിൻ്റെ ഫലമായിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു കഠിനാധ്വാനം എഴുത്തിൻ്റെ വൈസ് നടത്താറുണ്ട്. പക്ഷെ അത് എത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് വായനക്കാരാണ് പറയേണ്ടത്. അപ്പോൾ നമ്മുടെ രസകരമായി ചർച്ച മുന്നോട്ട് പോയി. കംഫർട്ട് സോൺ, ബെസ്റ്റ് സെല്ലർ, അങ്ങനെയൊക്കെയുള്ള കുറേ സാമ്പ്രദായിക വായന, ഇങ്ങനെയൊക്കെയുള്ള കുറേ പദങ്ങളും പ്രശ്നങ്ങളും എപ്പോഴും എഴുത്തുകാർക്കും ആസ്വാദകർക്കും ചുറ്റിലുമുണ്ട്. അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ കാലത്തെ നോവലുകൾ പോകുന്നത് എന്നത് വലിയ പ്രതീക്ഷ ഉണർത്തുന്നു. സമൂഹം മാറുന്നു. സമൂഹം മാറുമ്പോഴും മനസ്സുകൾ മാറിയില്ല എങ്കിൽ രക്ഷയില്ല. ആ ചരിത്ര ദൗത്യം ആണ് നമ്മുടെ എഴുത്തുകാർ ഏറ്റെടുത്തിരിക്കുന്നത്. 3 പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി.